ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കാറുണ്ടോ? എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? മാർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ മെത്തേഡിലൂടെ പഠിക്കാൻ ശ്രമിച്ചു തുടങ്ങിയോ? അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കാൻ ഒന്ന് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞാനിത് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് എടുക്കണോ ഓൺലൈൻ ക്ലാസ് എടുക്കണോ എന്നുള്ള ഡൗട്ട് ഒരുപാട് പേർക്കുണ്ടാവും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. എനിക്ക് അങ്ങനെ കോച്ചിങ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഞാൻ ഓഫ്ലൈൻ കോച്ചിങ് ആണോ എടുക്കേണ്ടത് ഓൺലൈൻ കോച്ചിങ് ആണോ എടുക്കേണ്ടത്, അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല ഓഫ്ലൈൻ കോച്ചിങ് എടുക്കാൻ. മീൻസ് ഓൺലൈൻ കോച്ചിങ് മാത്രമേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, പഠിക്കാൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഞാൻ LD എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെ. ആ എക്സാമിൻ്റെ ഏകദേശം ഒരു 3.5-4 മാസം മുൻപാണ്. 3.5 മാസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ എവിടെ കോച്ചിങ്ങിന് പോയിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, വേണ്ട, സെൽഫ് പ്രിപ്പറേഷൻ മതി. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. കാരണം നമ്മൾ ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ലൈക്ക് അത്രയും നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഫുള്ളി ഡിമോട്ടിവേറ്റഡ് ആവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഒരു തോന്നൽ. അപ്പോൾ ഞാൻ പിന്നെ വേണ്ട വിചാരിച്ചു. അങ്ങനെ ഞാൻ സെൽഫ് സ്റ്റഡി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വിചാരിച്ചിട്ട് ഞാൻ തീരെ ഓഫ്ലൈൻ കോച്ചിങ് എടുത്തിട്ടില്ല ഇല്ല കേട്ടോ. ഞാൻ ഏകദേശം ഒരു 15 ദിവസത്തോളം ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ എനിക്ക് കുറച്ച് സാഹചര്യങ്ങൾ കാരണം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അല്ല, പെട്ടെന്ന്, അതായത് ഞാൻ ഇങ്ങനെ ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ LDക്കൊക്കെ ഞാൻ ഇങ്ങനെ ഓൺലൈൻ കോച്ചിങ്ങിനായിരുന്നു ഉണ്ടായിരുന്നത്. ഓൺലൈൻ കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബും പിന്നെ ടെലഗ്രാമും വഴി കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വേറെ എക്സാംസ് ഇങ്ങനെ നോക്കി തുടങ്ങിയിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് ആകെ ഒരു ഡൗട്ട്, ഞാൻ പഠിക്കുന്ന രീതി ശരിയാണോ, അത് പഠിക്കുന്ന രീതി തെറ്റാണോ, എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് കോമ്പറ്റീറ്റേഴ്സിനെ മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള ഒരു വിഷയമാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര നെഗറ്റീവ് അടിച്ചു. ഞാനിപ്പം ചെയ്യുന്നതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഒരു പേടി, ഒരു ഉൾഭയം, എന്തോ പെട്ടെന്നൊരു ദിവസം അങ്ങനെ തോന്നി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത്ര ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എത്ര ഡിസ്റ്റൻസ് ആണെങ്കിൽ വേണ്ടില്ല, ഞാൻ എന്തായാലും പോകും എന്നൊക്കെ ഒരു വാശിൻ്റെ പുറത്തായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കറിയാം രാവിലെ കൃത്യമായിട്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ തന്നെയാണ് നമ്മൾക്ക് ഈ ക്ലാസ്സിന് പോകേണ്ടി വരിക. അതേപോലെ തന്നെ കുട്ടികൾ തിരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ അവിടുന്ന് വരേണ്ടത്. അപ്പം ഈ ഒരു തിക്കും തിരക്കും പിന്നെ ഇത്ര ഡിസ്റ്റൻസ് യാത്രയും, അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ആയ സമയത്ത് എനിക്കത് ഭയങ്കര ഒരു സ്ട്രെസ് ആവാൻ തുടങ്ങി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കോച്ചിങ് തുടങ്ങി, അതായത് ഓൾറെഡി ഈ കോഴ്സ് എൻ്റെ ആയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ പോയി ജോയിൻ ചെയ്യുന്നത്, എനിക്ക് ആ കോച്ചിങ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാശിപ്പുറത്ത് ചെയ്തൊരു അബദ്ധമായതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഏകദേശം ക്ലാസ്സും കഴിയാനായിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന ടൈമും ശരിയായില്ല. അങ്ങനെയൊക്കെ ആയപ്പം മൊത്തത്തിൽ എനിക്ക് അങ്ങനെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ എനിക്ക് അവിടെ ചെന്നുകൊണ്ട് കുറച്ച് ഗുണങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് തന്നെ പറയാം. അപ്പം അതാണ് എൻ്റെ സ്റ്റോറി. അപ്പോൾ എനിക്ക് അങ്ങനെ ഇത്ര കുറച്ച് ദിവസം മാത്രമേ ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ ലൈക്ക് അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട്. എന്താ ബുക്സ് ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരു ഏരിയ, എനിക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ ഉള്ള ഒരു സംഭവം ഇപ്പോൾ നിലവിൽ എനിക്ക് എന്തോ കാര്യം കൊണ്ട് ഉണ്ട്. ഓക്കെ, എന്തോ ഭാഗ്യം കൊണ്ട് ഉണ്ട്. അങ്ങനെ അപ്പം ഇങ്ങനെ ഇത്തിരി സൗകര്യമുള്ള സമയത്ത് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ അത്രയും കാലം തന്നെ ഓൺലൈൻ കോച്ചിങ് എടുത്തുകൊണ്ട് തന്നെ പിന്നെ അവിടെ ചെന്നപ്പം എനിക്ക് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനായി. ഇതിനേക്കാളും ബെറ്റർ ഓൺലൈൻ അല്ലേ എന്നൊക്കെ ഒരു തോന്നൽ. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം. ഞാൻ ഫസ്റ്റ് എന്തൊക്കെയാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഗുണങ്ങൾ എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരാം. ഫസ്റ്റത്തെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത് നമ്മളുടെ വീട്ടിലെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് പഠിക്കാം. ഓക്കെ, നമ്മുടെ റൂം ആവാം, നമുക്ക് ടേബിൾ ആവാം, ഡൈനിങ് ടേബിൾ ആവാം, അല്ലെങ്കിൽ സ്റ്റഡി റൂം ഉണ്ടെങ്കിൽ സ്റ്റഡി റൂം ആവാം, അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ആവാം, എവിടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെറസ് ആവാം, എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിൽ ഇരുന്ന് പഠിക്കാം. ഓക്കെ, ആ ഒരു കംഫർട്ട് ഇപ്പോൾ ഒരു കോച്ചിങ് ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഡൗട്ടാണ്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവും, ബഹളം ഉണ്ടാവും, കുട്ടികളുടെ ഇടയിൽ ഇരുന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അവിടെ നിന്ന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ക്ലാസ്സിൽ, അതായത് കുറേ ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയില്ല. എനിക്ക് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലാണ് അവിടെ നിന്ന് പഠിക്കാനാണ് എനിക്ക് സുഖം. അപ്പോൾ അങ്ങനെ ഒരു ഗുണം എനിക്ക് ഉണ്ടായിരുന്നു ഓൺലൈനിൽ മീൻസ് വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ലാഭിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിന് പോയപ്പോൾ 25 കിലോമീറ്ററൊക്കെ ശരിക്കും എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 10 കിലോമീറ്ററിനുള്ളിൽ ക്ലാസ് ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ ആ ക്ലാസ്സിന് തന്നെ പോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി ജോയിൻ ചെയ്തതാണ്. പക്ഷെ എനിക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നെയാണ് മനസ്സിലായത്. അത് ആ കോച്ചിങ്
ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രശ്നമേ അല്ല കേട്ടോ. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും എൻ്റെ ഈ പോണ്ട എന്നുള്ളൊരു തീരുമാനം തമ്മിൽ യാതൊരു ബന്ധമില്ല. പക്ഷേ ഈ യാത്രയും കാര്യങ്ങളും പിന്നെ ഞാൻ ചെന്ന് ജോയിൻ ചെയ്ത ടൈമും വളരെ മോശമായി എന്നുള്ളൊരു കാര്യം കൊണ്ടൊക്കെ തന്നെയാണ് എനിക്കത് വേണ്ടാന്ന് വിചാരിക്കേണ്ടി വന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഈ യാത്ര ടൈം ഉണ്ടല്ലോ, എനിക്ക് ഏകദേശം പോയി പോയി വരിക, പിന്നെ അതുപോലെ തന്നെ വീട്ടിലെത്തിയിട്ട് ഈ പോയി വന്നതിൻ്റെയും അവിടെ ക്ലാസ്സിലെത്തിയതിന് ക്ഷീണമൊക്കെ തീർക്കാൻ തന്നെ ടോട്ടൽ നോക്കുമ്പോൾ ഒരു 1.5-2 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. അത് അതിൽ കൂടുതലുണ്ടെങ്കിലുള്ളൂ കേട്ടോ. കാര്യം 25 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി. 2 മണിക്കൂറൊന്നും നിലവിൽ കൊടുത്തിട്ട് ഞാനിങ്ങനെ അതിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമുക്കൊരു ഓൺലൈൻ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് സോറി, ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പം സമയം നല്ല രീതിയിൽ ലാഭിക്കാൻ പറ്റും. ഇങ്ങനെ യാത്ര ഇല്ല, വലിയ ബഹളങ്ങളില്ല, നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്ന് പഠിക്കാം, അങ്ങനെയൊക്കെ. പിന്നെ യാത്ര ചെലവില്ല. ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അറിയില്ല. അപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ചിലവുകളുണ്ടാവും. അപ്പം അങ്ങനത്തെ ചിലവുകളില്ല. അടുത്തത് ക്ലാസ്സസ് നമുക്ക് എത്ര വേണമെങ്കിലും റിവൈൻഡ് ചെയ്ത് കാണാം. അധികം റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. എത്ര വേണമെങ്കിൽ എടുത്ത് കാണാം. നമ്മളാരും വന്നിട്ട് അതെന്താ ലൈക്ക് ഇതിനെ എത്ര കാണുന്നതെന്നൊന്നും നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല. അപ്പം നമുക്ക് നമ്മളുടെ തോന്നിയ രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു ക്ലാസ് കാണുമ്പോൾ തന്നെ അയ്യോ ഈ ക്ലാസ് ശരിയല്ലോ, എന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വേറെ ക്ലാസ് ഉണ്ടോ എന്ന് നോക്കി പോയിട്ട് അടുത്തത് കാണാം. അങ്ങനെ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ലൈക്ക് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷനിലേക്ക് കിടക്കാം. കാരണം യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലാസ്സസ് ഇപ്പം നിലവിൽ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ഒന്നും വേണ്ട, യൂട്യൂബിൽ നമ്മൾ കോൺസ്റ്റന്റ് അസംബ്ലി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എത്ര ക്ലാസ്സസ് വരും? ഒരുപാട് ക്ലാസ്സസ് വരും. അതിൽ പി വൈക്ക് വേണോ, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് വേണോ, മീൻസ് ഒരു യൂണിഫോം പോസ്റ്റിന്റെ അങ്ങനത്തെ ലെവൽ ക്വസ്റ്റ്യൻസ് വേണം, അതൊരു 10th ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്, അതോ LGS ലെവൽ വേണോ, അങ്ങനെ ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിലും ഇതേപോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. 100 കണക്കിന് PDF ഉണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് ആണ്. അതായത് ഇൻഫോർമേഷൻ ഓവർലോഡഡ് ആണ്. നമുക്ക് ഏത് ഇൻഫോർമേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത വിധത്തിൽ അത്രയും കണ്ടന്റുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ എന്തായാലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവ് ആണോ വെച്ചാൽ മീൻസ് ഇങ്ങനെ ഒരു കണ്ടന്റ് കൂടുതൽ ഉള്ളത് നെഗറ്റീവ് ആണ്. പക്ഷേ അതൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവരും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ സാഹചര്യം അനുവദിക്കാത്തവരും, അല്ലെങ്കിൽ വിദ്യാർത്ഥികളായ ആൾക്കാരൊക്കെ അവർക്കൊക്കെ അവരുടെ ഈ ഒരു ഓരോ വർക്കിൻ്റെ ഒക്കെ കൂടെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൊണ്ടുപോകാം. രാവിലെ നിങ്ങൾ വർക്കിന് പോകുകയാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ വന്നിട്ട് കൃത്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുത്ത് പഠിക്കാന്നുണ്ടെങ്കിൽ അത് അപ് ടു ഡേറ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. പിന്നെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പീഡിലിരുന്ന് പഠിക്കാം. ഞാൻ അധിക ക്ലാസ്സുകളും കാണുന്നത് 2x-ലിട്ടിട്ടാണ്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ 2x-ലിട്ട് കണ്ട് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഞാൻ കോച്ചിങ്ങിന് പോയിരുന്നില്ല. എനിക്ക് ഈ ടീച്ചേഴ്സ് എന്തിങ്ങനെ 1x-ലിരുന്ന് പറയുന്നത്, ഇവർക്കൊക്കെ 2x-ലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ എന്നുള്ളൊരു ചിന്തയായി. കാരണം എന്താ ഇങ്ങനെ കേട്ട് നമ്മൾക്ക് ചുറ്റുമുള്ളതൊക്കെ 2x-ൽ നടന്നാൽ പോരെ എന്നൊരു ചിന്തയാവട്ടെ നമുക്ക്. എനിക്കതൊരു പ്രശ്നമായിട്ട് പിന്നെ ലാസ്റ്റ് തോന്നി തുടങ്ങി. പിന്നെ ഞാൻ വീണ്ടും കുറച്ച് നോർമൽ സ്പീഡിലൊക്കെ കണ്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരുമായിരുന്നു ഒരു പോയിന്റ് എത്തിയപ്പോൾ. എന്നിട്ട് എൻ്റെ വീട്ടിലൊക്കെ ചോദിക്കാറുണ്ട്, ഇതൊക്കെ നിനക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്, വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ എനിക്കെന്തോ അത് കേട്ട് ശീലമാവാൻ തുടങ്ങിയോണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളെ സ്പീഡിന് നമുക്ക് തോന്നുന്ന രീതിയിൽ ഇരുന്ന് പഠിക്കാം. നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിലൊക്കെ ഇരുന്ന് പഠിക്കാം. അപ്പോൾ അതാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഉണ്ടാവും ഗുണങ്ങളൊക്കെ, ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അതൊക്കെയാണ്. അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കുറച്ച് ദോഷങ്ങൾ പറഞ്ഞിട്ടെ. ഓൺലൈൻ ക്ലാസ്സിന് കുറച്ചധികം ദോഷങ്ങളുണ്ട്. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇങ്ങനെ ഡൗട്ട് ചോദിക്കാനും, അല്ലെങ്കിൽ നമുക്കൊരു മെൻറ്ററായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഗൈഡ് ചെയ്യാനൊന്നും ആൾക്കാരെ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ തന്നെ നമ്മളെ ലീഡർ, നമ്മൾ തന്നെ നമ്മുടെ മാസ്റ്റർ. അപ്പം നമ്മൾ കുറച്ച് ലേസി ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേറെ ആരും ഇല്ല എന്നുള്ള സാഹചര്യം എന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അബദ്ധമായിരിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മൾ ഫുള്ളി ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മളിങ്ങനെ സെൽഫ് ഡൗട്ട് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ തീരെ ഡിസിപ്ലിൻഡ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കുക, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലാത്ത രീതിയിൽ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു അബദ്ധമായിരിക്കും. അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ നമ്മളുടേതായ രീതിയിൽ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ടൈം ടേബിൾ നല്ല രീതിയിൽ വൃത്തിക്ക് എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൈവിട്ട് പോകും കാര്യങ്ങൾ. പിന്നെ സോഷ്യൽ മീഡിയയുടെയും അതേപോലെ തന്നെ മൊബൈലിൻ്റെ അഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗെയിമിങ്ങോ എന്തോ ആയിക്കോട്ടെ,
അങ്ങനെ വല്ല അഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലിരിക്കുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാൻ ആരുമില്ല എന്നുള്ള കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം ഫോൺ ചിലപ്പോൾ ഒരു റീൽ ജസ്റ്റ് എന്തോ നോക്കാൻ വേണ്ടി ഇങ്ങനെ ഫോൺ എടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനെ റീലിൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ റീലിൽ നിന്ന് പുറത്തേക്ക് വരിക. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഓൺലൈൻ ക്ലാസ് മീൻസ് ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ ഒരു കൺട്രോൾ വരും. പിന്നെ അടുത്ത കാര്യം വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ എന്താ ഡീമോട്ടിവേറ്റഡ് ഇരിക്കുന്ന സമയത്തിൽ നമ്മളൊന്ന് വിളിച്ച് ഉണർത്തി സാരമില്ല പോട്ടെ ഇത് റെഡി ആകും അങ്ങനെയൊന്നും പറയാൻ ആ മൊമെന്റിൽ ആരും ഉണ്ടാവില്ല. ഇപ്പം നമ്മളിപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ടൊക്കെ പറയണം അതെ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇനി കുറച്ചിരുന്ന് മോട്ടിവേറ്റ് ചെയ്യ് എന്ന് പറഞ്ഞാലേ മോട്ടിവേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവുള്ളൂ. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കറക്റ്റ് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കാനുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമില്ലാത്തത് ഇതിൻ്റെ ഒരു വലിയ പോരായ്മ തന്നെയാണ്. ചില സമയത്ത് നമ്മൾ തകർന്ന് വീഴുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഇവിടുന്ന് എണീപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ വിൽ പവർ ശരിക്കും കളിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു PC പഠനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അത്രയും മീൻസ് വളരെ ഒരു 1-2 ആൾക്കാരാണെങ്കിൽ പോലും നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റിയ കുറച്ച് പേരുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഓൺലൈനാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്കൊരു നമ്മൾ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഒരു താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് അത് തീരെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഇല്ലേ, ഇങ്ങനെ പലരും ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഒരുമിച്ചിരുന്ന് കുറേ കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഞാനിങ്ങനെ ഓരോ വീഡിയോസിലും ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ടീമായിട്ട് ഒരു വർക്ക് ചെയ്യുക അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ കിട്ടില്ല. അത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. ചില സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടുള്ള സ്റ്റഡി ഇഷ്ടമാണ്. പക്ഷേ എന്നാൽ ചില സമയത്താണ് എനിക്ക് ഭയങ്കര സൈലൻസ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ. പിന്നെ അത് മാത്രമല്ല നമുക്ക് വളരെ ചെറിയ പൈസ ഉണ്ടെങ്കിലും പഠിക്കാം. ഒരു പൈസ നമ്മുടെ കയ്യിലില്ലെങ്കിൽ പോലും നമുക്ക് പഠിക്കാം. എന്ത് പ്രശ്നം നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ രൂപ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നെറ്റ് ഉണ്ടായാൽ മാത്രം മതി. നെറ്റ് റീചാർജ് ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് യൂട്യൂബ് ത്രൂയും കിട്ടും. അതുപോലെ തന്നെ ടെലഗ്രാം ത്രൂ ഇഷ്ടംപോലെ നോട്ട്സും കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഓഫ്ലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വളരെ കുറച്ച് പേർക്ക് കുറച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഒരു ടീച്ചർ ക്ലാസ് എടുക്കുക. പക്ഷേ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ പോലും മേ ബി ആയിരക്കണക്കിന് കുട്ടികൾക്കായിരിക്കും ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ. അപ്പം നമുക്ക് ഇനി ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഗുണങ്ങൾ നോക്കിയാലോ. സ്ഥിരമായിട്ടുള്ളൊരു പഠന അന്തരീക്ഷം നമുക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുമ്പോൾ ഉണ്ടാവും. ഓക്കെ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അധ്യാപകരോട് നേരിട്ട് അല്ലെങ്കിൽ മെൻറ്റർ ഉണ്ടാവും. മെൻറ്റേഴ്സിനോട് നേരിട്ട് ഡൗട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറേ ആൾക്കാരുണ്ടാവും. ഫ്രണ്ട്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി എന്നുള്ള കാര്യം കൃത്യമായിട്ട് വർക്കൗട്ട് ആവും. പിന്നെ നമ്മളിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ടൈം എനിക്ക് തോന്നുന്നത് ഒരു ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ കുറവായിരിക്കും. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തകർന്നടിയുന്ന നിമിഷങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷേ ഒരു ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻസ് കുറവാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു റുട്ടീന് നിങ്ങൾക്ക് ക്ലാസ് പോയാലുണ്ടാവും. ശരിക്കും ഓൺലൈൻ ആണെങ്കിലും ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ തന്നെ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കറക്റ്റ് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. സ്ഥിരമായിട്ടുള്ള റുട്ടീൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. പിന്നെ നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ടാവാൻ സാധ്യത ഓഫ്ലൈൻ ക്ലാസ്സിലാണ് ഓൺലൈൻ ക്ലാസ്സിനെക്കാട്ടിലും. പിന്നെ അതൊക്കെയാണ് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഗുണങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മളുടെ കോമ്പറ്റീഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു PSC പഠിക്കുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അത് ഓഫ്ലൈൻ ക്ലാസ്സിന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓൺലൈൻ ക്ലാസ്സിന് അത്രത്തോളം എനിക്ക് തോന്നുന്നില്ല അത് എഫക്റ്റീവ് ആണെന്നുള്ളത്. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു കുറച്ച് നെഗറ്റീവ് എന്ന് പറയുന്നത് ചിലവ് നല്ല കൂടുതലാണ്. ഈ യാത്ര ചിലവാണെങ്കിലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ടിന് ഇത്ര കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സിന് ഫണ്ട് കൊടുക്കണം. പിന്നെ ഈ ബിൽഡിംഗ് റെൻറ്റിന് ആയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫണ്ടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് അത്രയും ഒരു ഫീനെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ക്ലാസ് മിസ്സായതാൽ തന്നെ നമുക്ക് എന്താ ഉണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാവില്ല. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണം ഒരു ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ. അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മെത്തേഡ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ നോട്ട്സ് എഴുതിയെടുക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. എനിക്കൊക്കെ ഒരു ദിവസം ക്ലാസ് നഷ്ടപ്പെട്ടാൽ തന്നെ പിന്നെ നമ്മൾ നോട്ട് എഴുതിയെടുക്കുമ്പോൾ ഒരു എഫക്ട് കിട്ടില്ല. അവൾ പഠിച്ച ആ ഒരു ദിവസം ക്ലാസ്സിൽ പോയി ഒരു എഫക്ട് കിട്ടില്ല. പക്ഷേ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിർത്തിയോ നമുക്ക് എവിടെ വേണമെങ്കിൽ പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് എവിടെ നിന്നും പഠിക്കാം. ഓക്കെ. നമ്മൾ ബസ്സിലിരുന്നും പഠിക്കാം, റോട്ടിലിരുന്നും പഠിക്കാം, വീട്ടിലിരുന്നും പഠിക്കാം, എവിടെ ഇരുന്നിട്ട് എങ്ങനെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഓഫ്ലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട്. നമുക്ക് ആ ക്ലാസ്സിൽ അവിടെ ചെന്നിരുന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അതും ഇവരിങ്ങനെ വേറെ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓഫ്ലൈൻ ക്ലാസ് മാത്രം അവിടെ ചെന്ന് മാത്രമാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ എനിക്ക് ഫുള്ളി ഓഫ്ലൈൻ ക്ലാസ് വേറൊന്നും നോക്കുന്നില്ല. ടീച്ചേഴ്സ് മാത്രം തരുന്ന നോട്ട്സ് മാത്രമാണ് നോക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം യൂട്യൂബിൽ തന്നെ എത്രങ്ങാനും ക്ലാസ്സുകളാണ്. വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ ആരെങ്കിലും എന്തെങ്കിലും കേട്ടോണ്ടിരിക്കില്ലേ. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ
ഈ ജോലി ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാവാൻ ഈ ഓഫ്‌ലൈൻ ക്ലാസ്സിന് സാധ്യതയുണ്ട്. പിന്നെ ഇത്ര ടൈം മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വന്നിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ഓഫ്‌ലൈൻ ക്ലാസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആണോ? നിങ്ങൾ അങ്ങനെ ഫോണിൽ കളിച്ചിരിക്കില്ല എന്നുള്ളതുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വന്നാലും പഠിക്കും എന്നുള്ളൊരു വാശിയുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ഫണ്ടിൻ്റെ പ്രശ്നമുണ്ടോ? എന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നത്. പക്ഷേ ഒരു കോമ്പറ്റീഷൻ മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പഠനാന്തരീക്ഷം ഉണ്ടാവണം. ഫുൾ കുട്ടികളൊക്കെ ഉണ്ടായിട്ട് അവർ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായി അവരുടെ കൂടെയൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫ്‌ലൈൻ ക്ലാസ് തന്നെയായിരിക്കും ബെറ്റർ. ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു ചോയ്സാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് ഓക്കെ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ്സാണ്. കാരണം എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ സ്ഥലത്ത് നിന്ന് എനിക്ക് മാറേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന കാര്യം. പിന്നെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഇട്ട് എനിക്ക് ക്ലാസ് കേൾക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത്? ഓൺലൈൻ ആണോ ഓഫ്‌ലൈൻ ആണോ അതോ ഹൈബ്രിഡ് ആണോ? ഹൈബ്രിഡ് ഒക്കെ നല്ല ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കമൻസിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.